ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 1-ാം ക്ലാസ്സിലെ സൺഡേ കേറ്റീസം ആനുവൽ എക്സാമിനേഷൻ ഫെബ്രുവരി 2012 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ സെക്ഷൻ പേര് പറയുക. ഒന്നാമത്തെ ചോദ്യം, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് മറിയത്തോട് പറഞ്ഞ മാലാഖയുടെ പേര്. ഉത്തരം ഗബ്രിയേൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദൈവത്തെ ആരാധിക്കുവാനും ദൈവവചനം കേൾക്കുവാനും എല്ലാവരും ഒന്നിച്ചു ചേരുന്ന ഭവനം. ഉത്തരം ദേവാലയം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മാമോദീസ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേൽ ഇറങ്ങി വന്നതാര്? ഉത്തരം പരിശുദ്ധാത്മാവ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, കുരിശടയാളം വരയ്ക്കുക. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, തലയിൽ കൈവച്ചു പ്രാർത്ഥിക്കുന്നതിനായി അമ്മമാർ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നത് ആരുടെ പക്കലേക്കാണ്? ഉത്തരം ഈശോയുടെ. ഈ 5 ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം 10 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ നോക്കാം. പൂരിപ്പിക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ അമ്മയായ മറിയത്തെ നാം ഡാഷ് എന്ന് വിളിക്കുന്നു. ഉത്തരം മാതാവ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, നസ്രത്തിലെ കൊച്ചു വീട്ടിലാണ് ബാലനായ ഈശോയും അമ്മയായ മറിയവും വളർത്തുപിതാവായ ഡാഷും ജീവിച്ചിരുന്നത്. ഉത്തരം വിശുദ്ധ യൗസേപ്പ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഡാഷ് എന്ന പ്രാർത്ഥന. ഉത്തരം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയെപ്പോലെ പാവങ്ങളെ സ്നേഹിച്ച ഒരമ്മയാണ് ഡാഷ്. ഉത്തരം കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ. പത്താമത്തെ ക്വസ്റ്റ്യൻ, സ്വർഗത്തിലായിരിക്കുക എന്നാൽ ഡാഷിൻ്റെ കൂടെ ആയിരിക്കുക. ഉത്തരം ദൈവത്തിൻ്റെ കൂടെ. ഈ 5 ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം 10 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ സെക്ഷൻ നോക്കാം. ശരിയോ തെറ്റോ എന്ന് പറയുക. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയെ സ്നേഹിച്ചതുപോലെ മാതാവ് എന്നെയും സ്നേഹിക്കുന്നു. ഉത്തരം ശരി. 12ാമത്തെ ക്വസ്റ്റ്യൻ, ബാലനായ ഈശോ മാതാപിതാക്കളെ അനുസരിച്ചില്ല. ഉത്തരം തെറ്റ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ്. ഉത്തരം ശരി. 14ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ കുഞ്ഞുങ്ങളെയും ഈശോ സ്നേഹിക്കുന്നു. ഉത്തരം ശരി. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ പിതാവായ ദൈവത്തോട് എന്നും പ്രാർത്ഥിച്ചിരുന്നില്ല. ഉത്തരം തെറ്റ്. ഈ 5 ക്വസ്റ്റ്യന് ഓരോ മാർക്ക് വീതം 5 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് 4ാമത്തെ സെക്ഷൻ നോക്കാം. ഉത്തരം പറയുക. 16ാമത്തെ ക്വസ്റ്റ്യൻ, സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വസിക്കുന്നത് ആരൊക്കെയാണ്? ഉത്തരം സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വസിക്കുന്നത് വിശുദ്ധരും മാലാഖമാരുമാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃക നൽകിയ ഈശോ പറഞ്ഞ വചനമെന്ത്? ഉത്തരം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. 18ാമത്തെ ക്വസ്റ്റ്യൻ, എൻ്റെ മാതാപിതാക്കളെ ഏതെല്ലാം കാര്യങ്ങളിൽ എനിക്ക് സഹായിക്കാൻ സാധിക്കും? ഉത്തരം, അടിച്ചുവാരാൻ, ചെടിക്ക് വെള്ളമൊഴിക്കാൻ, തുണികൾ മടക്കാൻ, പാത്രം കഴുകാൻ എന്നിങ്ങനെ ചെറിയ ചെറിയ ജോലികളിൽ എനിക്കെൻ്റെ മാതാപിതാക്കളെ സഹായിക്കാൻ സാധിക്കും. 19ാമത്തെ ക്വസ്റ്റ്യൻ, കുഞ്ഞുങ്ങളെ ഈശോ സ്നേഹിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു പാട്ട് പാടുക. ഉത്തരം, കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ, ഈശോയേ, ആശ്വാസം നീയല്ലോ, കുഞ്ഞായി വന്നു പിറന്നവൻ, കുഞ്ഞുങ്ങളാകാൻ പറഞ്ഞവൻ, സ്വർഗത്തിൽ മലർത്തേനുണ്ണാൻ നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവനെ, നീ വരൂ നീ വരൂ പൂത്തിങ്കളായി, നീ വരൂ നീ വരൂ പൂന്തന്നലായി.
കുഞ്ഞായി വന്നു പിറന്നവൻ കുഞ്ഞുങ്ങളാകാൻ പറഞ്ഞവൻ സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവനെ. നീ വരൂ പൂത്തിങ്കളായി, നീ വരൂ പൂന്തെന്നലായി, കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ, ഈശോയേ ആശ്വാസം നീയല്ലോ. 20ാമത്തെ ക്വസ്റ്റ്യൻ. വലിയ കുരിശടയാളം വരയ്ക്കുക. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതം 5 ക്വസ്റ്റ്യനും കൂടി 20 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. പ്രാർത്ഥന ചൊല്ലുക. 21ാമത്തെ ക്വസ്റ്റ്യൻ. നന്മ നിറഞ്ഞ മറിയമേ. ഉത്തരം: നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ ഒരു ക്വസ്റ്റ്യന് 5 മാർക്കാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. ബായ്.